ഇതാദ്യമായി 1 കിലോഗ്രാം വെള്ളിക്ക് 3,01,120 രൂപ. ഒറ്റയടിക്ക് കൂടിയത് 12,830. സ്വർണം പവന് 1,07,240 രൂപ. റിലയൻസ് 3% ഇടിഞ്ഞതടക്കം ഓഹരി വിപണിക്ക് ചുവപ്പ്. ഡോളർ കണക്കിൽ നോക്കുമ്പോൾ ശതകോടി പട്ടമുള്ള അതിസമ്പന്നരുടെ എണ്ണം ലോകത്ത് 3000-ന് മുകളിൽ. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ചുരുങ്ങിയത് 9,000 കോടിയുടെ സ്വത്തെങ്കിലും ഉള്ളവരാണ് ഈ ലിസ്റ്റിൽ. ഇവരുടെ എല്ലാം കൂടി സ്വത്തുമൂല്യം 18 ലക്ഷം കോടി ഡോളറിലേറെ. ഓക്സ്ഫാമിന്റേതാണ് റിപ്പോർട്ട്. ഇന്ത്യ US വ്യാപാര ചർച്ചയിൽ പുതിയ കല്ലുകടിയായി പയറുവർഗ്ഗങ്ങൾ. അമേരിക്കൻ പയറുവർഗ്ഗങ്ങളുടെ ഇറക്കുമതിക്കുള്ള 30% തീരുവ എടുത്തു കളയാൻ ഇന്ത്യയെ നിർബന്ധിക്കണമെന്ന് ട്രംപിന് 2 US സെനറ്റർമാരുടെ കത്ത്. ആഗോള ഉപഭോഗത്തിൽ 4/1 ഇന്ത്യക്കാരുടേതാണ്. ഉയർന്ന നികുതി അമേരിക്കൻ കർഷകർക്ക് ദോഷം ചെയ്യുന്നതായി സെനറ്റർമാർ. NDTVയുടെ സ്ഥാപകരായ പ്രണോയ് റോയ്, രാധിക റോയ് എന്നിവർക്ക് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ആദായ നികുതി ആശ്വാസം. പുനഃപരിശോധനയ്ക്ക് ശേഷവും ഇൻകം ടാക്സ് അസസ്മെന്റ് നോട്ടീസ് അയച്ച ആദായ നികുതി വകുപ്പ് 2 പേർക്കും ഓരോ ലക്ഷം രൂപ പിഴയായി നൽകണമെന്നും വിധി. പിറവി മുരടിച്ചുപോയ ചൈനയിൽ ജനന നിരക്കിൽ വൻ ഇടിവ്. 1 വർഷം കൊണ്ടുണ്ടായ ഇടിവ് 17%. 2025 ജനിച്ചവർ 25 ലക്ഷം, മരിച്ചവർ 113 ലക്ഷം. പ്രായമായവർക്ക് രാജ്യത്ത് ഭൂരിപക്ഷം. ഒരിക്കൽ ജനനം കർക്കശമായി നിയന്ത്രിച്ച ചൈന ഇന്ന് ജനനം പ്രോത്സാഹിപ്പിക്കാൻ തീവ്ര ശ്രമങ്ങളിൽ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.